Last class we were discussing about the merchant banks. Now we are discussing about the various services provided by the merchant bank. We have already discussed about the corporate counseling, project counseling and pre-investment studies, credit syndication and project finance, then underwriting. All these things we have discussed already. Now we are moving on to the issue management. നിങ്ങളുടെ കയ്യിൽ ടെക്സ്റ്റ് ബുക്ക് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ സ്ലൈഡ്സിൽ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടില്ല. അപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 80 ഇഷ്യൂ മാനേജ്മെൻ്റ് ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇഷ്യൂ മാനേജ്മെൻറ്റ് മെർച്ചൻ്റ് ബാങ്ക് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സർവീസാണ്. So in issue management, it is the management of various types of instruments of the corporate enterprises. ഒരു കോർപ്പറേറ്റ് എൻ്റർപ്രൈസസിന് വേരിയസ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് ഇഷ്യൂ ചെയ്യുന്നത്, മാനേജ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇഷ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം ഇഷ്യൂ മാനേജ്മെൻറ്റ് ക്യാൻ ബി സെക്യൂരിറ്റീസ് ഇഷ്യൂഡ് ബൈ ദി കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ്. ഈ കോർപ്പറേറ്റ് എൻ്റർപ്രൈസസ് ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഉണ്ടാവില്ല, ഈ ഷെയർസ്, ഡിബെഞ്ചേഴ്സ്, ബോൺഡ്സ്, അതൊക്കെയും മാനേജ് ചെയ്യുന്നതും എന്താണ്, ഇഷ്യൂ മാനേജ്മെൻറ്റിൽ വരാം. ഇറ്റ് ഈസ് വൺ ഓഫ് ദ സർവീസ് പ്രൊവൈഡഡ് ബൈ ദി മെർച്ചൻ്റ് ബാങ്ക്സ്. Issue management we can classify into two heads, that is pre-issue management and post-issue management. നമുക്ക് ഇഷ്യൂ മാനേജ്മെൻറ്റ് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം, പ്രീ ഇഷ്യൂ മാനേജ്മെൻ്റ് എന്നും പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻ്റ് എന്നും. സോ പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, പ്രീ ഡിഗ്രി, അതായത് പ്രീ ഡിഗ്രി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, നമ്മൾ പിന്നെ ഇഷ്യൂ ചെയ്യുന്നതിന് തൊട്ട് മുന്നേ ഉള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ്. പോസ്റ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞതിന് ശേഷമുള്ള. അപ്പോൾ പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇഷ്യൂ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്നതാണ് പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റ്. അപ്പം നമുക്ക് പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റും ഉണ്ട്, പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റും ഉണ്ട്. ഫസ്റ്റ് വി വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റ്. പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റിനകത്ത് വി ഹാവ് 13 points, up to 8 points are there. First one is to obtain SEBI's approval for the issue. അതായത് നമ്മൾ ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, എന്ത് ഇഷ്യൂ ചെയ്യാനും നമ്മൾ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് ആരുടെ അപ്രൂവൽ നമുക്ക് കിട്ടണം, സെബിയുടെ, അതായത് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ. സോ ബിഫോർ ദ ഇഷ്യൂ we have to obtain, these merchant banks have to obtain the permission or the approval of the SEBI. Second one, to arrange underwriting for the proposed issue. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു അണ്ടർറൈറ്റിംഗ് എന്താണെന്നുള്ളത്. അതായത് ഇഷ്യൂ ചെയ്യുന്ന കമ്പനിയുടെ റിസ്ക് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റീസ് ഫുള്ള് അണ്ടർ റൈറ്റേഴ്സ് ഏറ്റെടുക്കുക. എന്നിട്ട് അണ്ടർ സബ്സ്ക്രിപ്ഷൻ ആണെങ്കിലും അത് ആരുടെ കയ്യിൽ കീപ്പ് ചെയ്യും, അണ്ടർ റൈറ്റർ ആണ് അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തേക്കുന്നത്, അല്ലേ. അണ്ടർ റൈറ്റർ ഈസ് ഡൂയിങ് ഓൾ ദീസ് തിങ്സ് ഫോർ എ കമ്മീഷൻ. So here the merchant banks will be doing the issue management for the merchant banks will arrange, if needed they will arrange and underwrite it for the proposed issue. നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന സെക്യൂരിറ്റിക്ക് ഒരു അണ്ടർറൈറ്ററുടെ ഹെൽപ്പ് ആ ഒരു ഓർഗനൈസേഷൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഒരു അണ്ടർറൈറ്ററെ നമ്മുടെ ആര് പ്രൊവൈഡ് ചെയ്യും, നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ് വിൽ അറേഞ്ച്. Third one, to draft and finalize prospects and obtain the clearance from various agencies concerned. അപ്പം ബിഫോർ ഇഷ്യൂ നിങ്ങൾ ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിച്ചു കാണും. ബിഫോർ ഇഷ്യൂ we have to introduce the prospects. So here the merchant banks will be drafting the prospect and he will be finalize the prospect and he want to obtain the clearance for this prospect from various concerned agencies. അപ്പോൾ നമ്മുടെ കോർപ്പറേറ്റ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ഈ പ്രോസ്പെക്ട്സ് തയ്യാറാക്കുന്നതും അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ കൺസേൺഡ് അതോറിറ്റീസിനൊക്കെ അപ്രൂവൽ വാങ്ങുന്ന ആരാണ്, ദീസ് മെർച്ചൻ്റ് ബാങ്ക്സ്. Next one, to draft and finalize other documents such as application forms, newspaper advertisement and other statutory requirements. അപ്പോൾ ഒരു ഇഷ്യൂവിന് വേണ്ടിയുള്ള സ്റ്റാറ്റ്യൂട്ടറി റിക്വയർമെൻറ്റ്സ് ഉള്ള എല്ലാ കാര്യങ്ങളും, വേരിയസ് ഡോക്യുമെൻറ്റ്സ് അത് ഡ്രാഫ്റ്റ് ചെയ്യുന്നതും ഫൈനലൈസ് ചെയ്യുന്നതും, അതുപോലെ തന്നെ വേരിയസ് ആപ്ലിക്കേഷൻ ഫോംസ്
പിന്നെ നമ്മളൊരു കാര്യം ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമ്മൾ വേരിയസ് കൺസേൺ അതോറിറ്റീസിൻ്റെ പെർമിഷൻ വാങ്ങണം. ഈ പെർമിഷൻ വാങ്ങാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ കൺസേൺഡ് ആപ്ലിക്കേഷൻ ഫോംസ് ഫില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യുന്നതും അതുപോലെ തന്നെ അതിന് വേണ്ടപ്പെട്ട എല്ലാ ഡോക്യുമെൻറ്റ്സും ഡ്രാഫ്റ്റ് ചെയ്യുന്നതും അത് ഫൈനലൈസ് ചെയ്യുന്നതും അതിൽ നമ്മൾ വേരിയസ് ന്യൂസ് പേപ്പേഴ്സിലൊക്കെ അഡ്വർടൈസ്മെൻറ്റ് കൊടുക്കണം അല്ലേ, നമ്മളിങ്ങനെ ഇഷ്യൂ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞ്. അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ആരാ ഡീൽ ചെയ്യുന്നത്? നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ്. അതൊക്കെ നമ്മുടെ എന്തിനകത്താണ് വരുന്നത്? പ്രീ ഇഷ്യൂ മാനേജ്മെൻറ്റിനകത്ത്. നെക്സ്റ്റ് വൺ ഈസ് selection of registrar to issue, printing press, advertising agencies, brokers, banks to the issue, and finalization of fees and charges paid to them. നമ്മൾ ഒരു ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇഷ്യൂ ചെയ്യുമ്പം നമുക്ക് വേരിയസ് ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ വേണം. അതൊക്കെ പ്രിൻ്റ് ചെയ്യാനുള്ള പ്രസ്, വേരിയസ് അഡ്വർടൈസ്മെൻറ്റ്. നമ്മൾ അഡ്വർടൈസ്മെൻറ്റ് കൊടുത്താലേ പുറത്തുള്ള ആൾക്കാർ അറിയത്തുള്ളൂ നമ്മളിങ്ങനെ ഇഷ്യൂ ചെയ്യാൻ പോകുന്ന വിവരം. അവരറിഞ്ഞാലേ അവരെന്ത് ചെയ്യുന്നുള്ളൂ? അത് വാങ്ങുന്നുള്ളൂ. സോ വി ഹാവ് ടു അഡ്വർടൈസ്. പിന്നെ വേരിയസ് ബ്രോക്കേഴ്സ്, ബാങ്കേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഡീൽ ചെയ്യുന്ന ആരാണ്? മെർച്ചൻ്റ് ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് വൺ ഈസ് ദി ഫൈനലൈസേഷൻ ഓഫ് അണ്ടർ റൈറ്റിംഗ്. നമ്മൾ പറഞ്ഞു ഇഫ് നീഡഡ് എന്ത് ചെയ്യും? നമ്മുടെ ഓർഗനൈസേഷന് അണ്ടർ റൈറ്റേഴ്സിനെയും നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ് അറേഞ്ച് ചെയ്യും. അങ്ങനെ അറേഞ്ച് ചെയ്യുന്ന പല അണ്ടർ റൈറ്റേഴ്സിൽ നിന്ന് ആരാണ് ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ളത് എന്ന് നോക്കി ഫൈനലൈസ് ചെയ്യുന്ന ആരായിരിക്കും? നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ് ആയിരിക്കും. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദി അറേഞ്ചിങ് പ്രസ് ആൻഡ് ഇൻവെസ്റ്റേഴ്സ് കോൺഫറൻസ്. So before issuing we have to arrange various conferences and all. Who will be arranging all these things? This will be arranged by the മെർച്ചൻ്റ് ബാങ്ക്സ്. നെക്സ്റ്റ് കോർഡിനേറ്റിംഗ് പ്രിൻറ്റിംഗ് പബ്ലിസിറ്റി ആൻഡ് അതർ വർക്ക്സ്. അപ്പം ഒരു കോൺഫറൻസുകൾ അറേഞ്ച് ചെയ്യുന്നതും, അതായത് നമ്മുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെയും അതേപോലെ തന്നെ പ്രസ്സിൻ്റെയൊക്കെ കോൺഫറൻസൊക്കെ അറേഞ്ച് ചെയ്യുന്ന മെർച്ചൻ്റ് ബാങ്ക്സ് ആയിരിക്കും. അതേപോലെ തന്നെ പ്രിൻറ്റിങ്, പബ്ലിസിറ്റി, ഇതിനൊക്കെ ഒരു പബ്ലിസിറ്റി വേണം, എങ്കിലേ ആളുകളിലേക്ക് എത്തുള്ളൂ. ആളുകളിലേക്ക് എത്തിയാലേ അവർ പർച്ചേസ് ചെയ്യത്തുള്ളൂ. സോ അതിനുള്ള പബ്ലിസിറ്റിയും കാര്യങ്ങളൊക്കെയും നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ് ആയിരിക്കും നോക്കുന്നത്. So these are the various things a merchant banks has to do in pre-issue management. Pre-issue managementൽ ഒരു മെർച്ചൻ്റ് ബാങ്ക് ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നമ്മൾ ഈ ഡിസ്കസ് ചെയ്ത് ഇത്രയും കാര്യങ്ങൾ. Now we are moving on to the post-issue management. In post-issue management, first what they have to do, കളക്ഷൻ ഓഫ് ദി ആപ്ലിക്കേഷൻ മണി. ഇപ്പം നമ്മൾ ഇഷ്യൂ കഴിഞ്ഞു. ഇഷ്യൂ ചെയ്തതിന് ശേഷം ഒരു മെർച്ചൻ്റ് ബാങ്ക് ചെയ്യേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് പോയിൻ്റാണ് അവർ ആപ്ലിക്കേഷൻ മണി എന്ത് ചെയ്യണം? കളക്ട് ചെയ്യണം. ഈ അപ്ലൈ ചെയ്ത ആൾക്കാരിൽ നിന്ന് ആപ്ലിക്കേഷൻ മണി കളക്ട് ചെയ്യണം. സെക്കൻഡ് വൺ, റൈറ്റ് ടു റിലേറ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് റിഗാർഡിംഗ് ദ ക്ലോഷർ ഓഫ് ദി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. അതായത് നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് വി ഹാവ് ടു ഇൻഫോം ദാറ്റ് വി ഹാവ് ക്ലോസ്ഡ് ദി സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ്. നമുക്ക് ആവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സ് ആയിട്ടുണ്ടെങ്കിൽ, ആവശ്യത്തിന് നമ്മുടെ ഷെയർസ് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ സബ്സ്ക്രൈബേഴ്സിന് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഈ സബ്സ്ക്രിപ്ഷൻ ലിസ്റ്റ് ക്ലോസ് ചെയ്തു എന്ന് നമ്മൾ എന്ത് ചെയ്യണം? സ്റ്റോക്ക് എക്സ്ചേഞ്ചിന് പറഞ്ഞ് ഇൻഫർമേഷൻ കൊടുക്കണം. അത് ആരാണ് ചെയ്യേണ്ടത്? ഈ മെർച്ചൻ്റ് ബാങ്ക്സ്. Next one is the send the compliance reports to SEBI, submission of records, certificate of 90% subscription, bank certificate to regional stock exchange. അപ്പം നമ്മൾ സെബിക്ക് വേരിയസ് റിപ്പോർട്ട്സ് പ്രൊവൈഡ് ചെയ്യണം. അതേപോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് 90% സബ്സ്ക്രിപ്ഷനും ബാങ്ക് സർട്ടിഫിക്കറ്റും അങ്ങനെയുള്ള ലീഗൽ ഫോർമാലിറ്റീസ് എല്ലാം ആരായിരിക്കും ക്യാരി ഔട്ട് ചെയ്യുന്നത്? ഈ മെർച്ചൻ്റ് ബാങ്ക്സ്. Next thing is that obtain approval of the basis of allotment from stock exchange. ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് നമുക്ക് വേണ്ട അപ്രൂവലും കാര്യങ്ങളൊക്കെയും നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ് എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്ത് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. സെൻഡ് എ കോപ്പി ഓഫ് റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ടു അതർ സ്റ്റോക്ക് എക്സ്ചേഞ്ച് വേർ ദ ലിസ്റ്റിംഗ് പെർമിഷൻ സോട്ട്. അതായത് നമ്മുടെ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിലല്ല നമ്മൾ ലിസ്റ്റ് ചെയ്തിട്ടുള്ള, വേറെ ഏതെങ്കിലും സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണെങ്കിൽ റീജിയണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് ഒരു കോപ്പി നമ്മുടെ ഓർഗനൈസേഷൻ്റെ കൺസേൺഡ് കോപ്പി എന്ത് ചെയ്യണം? ഒബ്റ്റെയിൻ ചെയ്തിട്ട് ഏത് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണോ നമ്മൾ ലിസ്റ്റ് ചെയ്ത് അങ്ങോട്ടേക്ക് നമ്മൾ എന്ത് ചെയ്യണം? എത്തിച്ചു കൊടുക്കണം. ആ ഒരു ഡ്യൂട്ടിയും നമ്മുടെ മെർച്ചൻ്റ് ബാങ്ക്സ് കൺസേൺഡ് ഓർഗനൈസേഷന് വേണ്ടിയിട്ട് ചെയ്തു കൊടുക്കും.
And next thing is that publish the copy of basis of allotment of 2 national dailies. അപ്പം നമ്മൾ പിന്നെ സെക്യൂരിറ്റീസ് ഇഷ്യൂ ചെയ്തു, നമുക്ക് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി. സോ നമ്മുടെ അലോട്ട്മെൻറ്റ് ഏത് ബേസ് നമുക്ക് ആവശ്യത്തിന് സബ്സ്ക്രൈബേഴ്സിനെ കിട്ടി, സബ്സ്ക്രിപ്ഷൻ ക്ലോസ് ചെയ്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഷെയർസ് ഈ സബ്സ്ക്രൈബേഴ്സിനായിട്ട് അലോട്ട് ചെയ്യണം. ആ അലോട്ട്മെൻറ്റ് ഏത് ബേസിസിലാണെന്നുള്ളത് നമ്മൾ 2 ഡെയിലീസിൽ, അതായത് നമ്മുടെ ലീഡിങ് ന്യൂസ് പേപ്പേഴ്സിൽ നമ്മൾ എന്ത് ചെയ്യണം, ഒരു പരസ്യം കൊടുക്കണം. ആ ഒരു പരസ്യം കൊടുക്കുന്ന അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരാ നോക്കുന്നത്, നമ്മുടെ പോസ്റ്റ് ഇഷ്യൂ മാനേജ്മെൻറ്റിൽ നമ്മുടെ മെർച്ചൻറ്റ് ബാങ്ക്സ് ആണ് നോക്കുന്നത്. Next one, publish advertisement mentioning the various dates on which the refund or the allotment and listing were dispatched. അപ്പം എല്ലാവർക്കും അവരിപ്പം എന്ത് ചെയ്യുന്നുണ്ട്, അവരിപ്പം ഒരു 100 ഷെയർസിന് ആവശ്യപ്പെട്ട ഒരാളാണെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് ആവശ്യത്തിലധികം സബ്സ്ക്രൈബേഴ്സ് ഉണ്ടെങ്കിൽ ഈ 100 ഷെയർസ് ഡിമാൻഡ് ചെയ്ത ആൾക്കാർക്ക് ചിലപ്പോൾ 80 ഷെയർസേ കിട്ടത്തുള്ളൂ. അപ്പം ബാക്കിയുള്ള 20 ഷെയർസിൻ്റെ മണി നമ്മൾ എന്ത് ചെയ്യണം, അവർക്ക് റിട്ടേൺ ചെയ്യണം. അല്ലെങ്കിൽ ചിലർക്ക് ഒന്നും കിട്ടാത്ത ചിലരും ഉണ്ടാവും, അവർക്ക് നമ്മൾ എന്ത് ചെയ്യണം, വി ഹാവ് ടു റിട്ടേൺ. അതേപോലെ തന്നെ നമ്മൾ അലോട്ട് ചെയ്ത ആൾക്കാരുണ്ടാവും. അപ്പോൾ അലോട്ട് ചെയ്ത ആൾക്കാർക്ക് എന്ത് ചെയ്യണം, നമ്മൾ പ്രൊവൈഡ് ചെയ്യുകയും ചെയ്യണം. അപ്പോൾ അതൊക്കെ ആരാ ചെയ്യുന്നത്, നമ്മുടെ മെർച്ചൻറ്റ് ബാങ്ക്സ് ആണ് ചെയ്യുന്നത്. നെക്സ്റ്റ് വൺ, കൺഫേം ദ കംപ്ലീഷൻ ഓഫ് ദ ലിസ്റ്റിംഗ് ഫോർമാലിറ്റീസ്. അപ്പോൾ ലിസ്റ്റിംഗ് ഫോർമാലിറ്റീസിൻ്റെ എല്ലാ കാര്യങ്ങളും ആരാ നോക്കുന്നത്, ഈ മെർച്ചൻറ്റ് ബാങ്ക്സ് ആണ് നോക്കുന്നത്. To take arrangement to obtain the permission for leading securities. So these are the things a merchant banks will be doing in the post issue management. So public issue, okay. As a manager of the public issue, the merchant banker before the public issue has to obtain the consent of the stock exchange to the memoranda of association and applicate and the appointment of management. These merchant banks has to obtain the permission from the concerned authorities, that is mainly from the stock exchange, before carrying out all these activities. So these are the things related with the issue management. We have discussed about the post issue as well as the pre-issue. Now we are moving on to the underwriting of public issue. Underwriting of public issue means, ഓക്കെ, അണ്ടർറൈറ്റിംഗ് നമ്മൾ ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞു അല്ലേ. അണ്ടർറൈറ്റിംഗ് നമ്മുടെ ഓർഗനൈസേഷന് ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ് അല്ലേ. അണ്ടർറൈറ്റർ ഒരു പർട്ടിക്കുലർ ഷെയർസ് അണ്ടർറൈറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർഗനൈസേഷന് ഒരു ഗ്യാരണ്ടി കിട്ടുകയാണ്, ഈ മുഴുവൻ ഷെയർസിൻ്റെ റെസ്പോൺസിബിലിറ്റി അണ്ടർറൈറ്റർക്കായിരിക്കുന്നു. ഇൻ കേസ് ഒരു അണ്ടർ സബ്സ്ക്രിപ്ഷനാണ് നടക്കുന്നതെങ്കിൽ, അതായത് നമുക്കൊരു 100 ഷെയർസ് അണ്ടർ റിട്ടേൺ ചെയ്തു, ഒരു 90 ഷെയർസേ നമുക്ക് വിൽക്കാൻ പറ്റുള്ളൂ, ബാക്കി 10% ഉത്തരവാദിത്തം നമ്മുടെ അണ്ടർ റൈറ്റേഴ്സിനായിരിക്കും. സോ ഹിയർ ദ മെർച്ചൻറ്റ് ബാങ്ക്സ് വിൽ ബി ആക്ടിങ് ആസ് ആൻ അണ്ടർ റൈറ്റിംഗ് ഓഫ് ദി പബ്ലിക് ഇഷ്യൂ. അപ്പം ആൻ അണ്ടർ റൈറ്റർ ഹാസ് ഇഷ്യൂ ഗെറ്റ് ദി, അപ്പോൾ അണ്ടർ റൈറ്റർക്ക് എന്തെല്ലാം ബെനിഫിറ്റ്സ് കിട്ടുമെന്നുള്ളതാണ് നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്യുന്നത്. ഇറ്റ് ഏൺസ് ദി കമ്മീഷൻ ഫോർ ദി കമ്മിറ്റ്മെൻറ്റ് ഗിവൺ. ഹി വിൽ ബി ഗെറ്റിംഗ് ദി കമ്മീഷൻ. ഈ അണ്ടർ റൈറ്റർക്ക് ഒരു കമ്മീഷൻ കിട്ടും. And the second one, it seems to right to be appointed as bankers of that issue. Third one, it expands its clients. It expands its client lay by underwriting more and more issues. So these are the benefits which an underwriter will receive, and these merchant banks can act as the underwriter. And next one is the bankers to the use. Bankers to the use വരുന്ന പേജ് നമ്പർ 82-ലാണ്. അപ്പം ബാങ്കേഴ്സ് ടു ദി യൂസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഫസ്റ്റ് വൺ, ദ ബാങ്കർ ഈസ് എ ബ്രോക്കർ ടു ദി കമ്പനി. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് ഗിവൺ അണ്ടർറൈറ്റിംഗ് കമ്മിറ്റ്മെൻറ്റ്സ്. തേർഡ് വൺ, ഇറ്റ് ആക്ട് ആസ് എ മാനേജർ ടു ദി ഇഷ്യൂ. So the function of a broker to the issue is to accept the application from the public together with the subscription money and transfer them to the accounting of the controlling branch. So here the underwriter will be, here the merchant bank will be acting as the banker to the use. So what he will be acting? He will be acting as a broker. What is the duty of the broker? The broker will be collecting the money, subscription money, and next an application form as well as subscription money, and transferring to the controlling branch.
അപ്പോൾ ഇവിടെ മെർച്ചൻറ്റ് ബാങ്ക് ഒരു ബാങ്കർ ടു ദി യൂസ് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെന്താ ചെയ്യുന്നത്, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അയക്കുന്ന ആപ്ലിക്കേഷൻ ഫോമും അതുപോലെ സബ്സ്ക്രിപ്ഷൻ മണിയും കളക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യും, കൺട്രോളിങ് ബ്രാഞ്ചിലേക്ക് അതെന്താ ട്രാൻസ്ഫർ ചെയ്യുന്നു. നെക്സ്റ്റ് വൺ ആണ് പോർട്ട്ഫോളിയോ സർവീസ്. അപ്പം നമ്മൾ പോർട്ട്ഫോളിയോ പലപ്പോഴും ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ കോമ്പിനേഷൻ ഓഫ് വേരിയസ് സെക്യൂരിറ്റീസ്. അപ്പം നമ്മൾ ഒരു സിംഗിൾ സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം വി ആർ ഇൻവെസ്റ്റിംഗ് ഇൻ എ ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസ്. ഇറ്റ് ക്യാൻ ബി ഷെയർസ് ആകാം, ഡിബഞ്ചേഴ്സ്, ബോൺസ് ആകാം, സ്റ്റോക്ക് ആകാം. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണ്. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ റിസ്ക് മിനിമൈസിങ് ആണ്. അപ്പോൾ നമ്മളൊരു സിംഗിൾ സെക്യൂരിറ്റി ആളാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അങ്ങനെയാകുമ്പം ആ സെക്യൂരിറ്റീസിൻ്റെ ആ ഒരു പ്രൈസിൽ എന്തെങ്കിലും ഒരു വേരിയേഷൻ വരും, ഒന്നെങ്കിൽ കൂടുക അല്ലെങ്കിൽ കുറയുക. കൂടിയാൽ ഡെഫിനറ്റ്ലി പ്രോഫിറ്റാണ്, കംപ്ലീറ്റ് എമൗണ്ട് നമുക്ക് കിട്ടും. പക്ഷെ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കംപ്ലീറ്റ് നഷ്ടവും നമുക്ക് വരും. സോ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒറ്റൊരു സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പകരം നമ്മളൊരു ഗ്രൂപ്പ് ഓഫ് സെക്യൂരിറ്റീസിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ മെർച്ചൻറ്റ് ബാങ്കേഴ്സ് ടേക്ക് അപ്പ് ദി മാനേജ്മെൻറ്റ് ഓഫ് പോർട്ട്ഫോളിയോ സെക്യൂരിറ്റി ഓൺ ബിഹാഫ് ഓഫ് ദർ ക്ലയൻറ്റ്സ്. അപ്പം നമ്മുടെ മെർച്ചൻറ്റ് ബാങ്ക്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ക്ലയൻറ്റ്സിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ by providing services with a view to ensure maximum return by such investment with minimum risk of loss of return of the money. അപ്പം നമുക്ക് മാക്സിമം റിട്ടേൺ കിട്ടാനും മിനിമം ലോസ് സംഭവിക്കാനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുക, ലോസ് മിനിമൈസ് ചെയ്യാനും റിട്ടേൺ മാക്സിമൈസ് ചെയ്യാനും വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ആക്ച്വലി ചെയ്യുന്നത്. സോ ദ മേജർ ഒബ്ജക്റ്റീവ് ഓഫ് ദി പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റ് സർവീസ് to keep the security safety of the principal sum intact with both in terms of money as well as the purchasing power. അപ്പം നമ്മുടെ സെക്യൂരിറ്റീസിൻ്റെ സെക്യൂരിറ്റിക്കും വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യുന്നത്. സെക്കൻഡ് വൺ, stability of flow of income so as to facilitate planning more accurately and systematically and the reinvest or consumption of the income. Third one, to attain capital growth by reinvesting in growth securities or through the purchase of the growth securities. Marketability of the security, which is essential for providing flexibility to the investment portfolio. Fifth one, liquidity, nearness to the money, which is desirable for the investment as to take advantage of the attractive opportunity of the upcoming in the market. So in the portfolio management, okay, on behalf of the client, here the merchant bank will be acting or creating the portfolio. The main objective of creating the portfolio is to maximize the return as well as to minimize the risk. In portfolio management, we are investing in a group of securities instead of investing in a single security. അപ്പോൾ നമ്മുടെ ഈ പോർട്ട്ഫോളിയോ മാനേജ്മെൻറ്റും നമ്മുടെ മെർച്ചൻറ്റ് ബാങ്ക്സ് ക്ലയൻസിന് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു സർവീസാണ്.